ഹലോ ഗൈസ്, ആദ്യം തന്നെ നമ്മളിത് ഈ ഒരു കേക്ക് കാണിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണത് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ നല്ല തിരക്കിലാണ്. ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് പറയാനായിട്ടൊരു കാര്യമുണ്ട്. അതിങ്ങനെ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, ഞാനത് അവിടെ ഇരിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്ക്സും കാര്യങ്ങളൊക്കെ ഉമ്മാനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹാമ്പേഴ്സ് ഫുള്ളും ഞാനുമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ വേറെയും, അപ്പോൾ അതുകൊണ്ട് തിരക്കായതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക ഇതിനൊന്നും ടൈം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നല്ല 8ൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് വീഡിയോ ഇടാമെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കാണിച്ച ഒരു കേക്ക് ഉണ്ടല്ലോ, ആ ഒരു കേക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1 kg കേക്കാണ് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന ഓർഡർ. അങ്ങനെ നമ്മളെടുത്ത് അവരുടെ ടൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വിളിക്കാം കേട്ടോ, ആ സമയത്ത് നിങ്ങൾ എത്തിച്ചെന്നാൽ മതി. ഏകദേശം ഒരു 10:30 മണിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൂടായതുകൊണ്ട് തന്നെ കേക്ക് മെൽട്ടായി പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ കോളും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. 10:30 എന്നുള്ളത് 11 മണിയായപ്പോൾ അവരിങ്ങോട്ട് വിളിച്ചിട്ട് കേക്ക് എവിടെയെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു കേക്ക് എത്തിക്കാനായോ എന്നപ്പോൾ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ അങ്ങോട്ട്. അങ്ങനെ നമ്മൾ കേക്ക് കൊടുന്നേരാൻ പറഞ്ഞപ്പോൾ അവർ വേണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് എടുക്കാൻ വരാമെന്ന് പറഞ്ഞു. അവർ ഇങ്ങോട്ടേക്ക് എടുക്കാൻ വന്നു. കേക്ക് അവർ കൊണ്ടുപോയി കേക്ക് കട്ട് ചെയ്തു. പരിപാടികളൊക്കെ കഴിഞ്ഞില്ല, പേയ്മെൻറ്റ് തരുന്നില്ല. ഞാൻ രാത്രി അവരുടെ അടുത്ത് ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ചിട്ട് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു അവർ ആ കേക്ക് യൂസ് ചെയ്തിട്ടില്ല, അവർ ആ കേക്ക് കട്ട് ചെയ്തിട്ടില്ല, അവർക്ക് ടൈമിന് കേക്ക് എത്താത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായി. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ ഒരു പേയ്മെൻറ്റ് ഇങ്ങനെ തരില്ല എന്ന് പറയുന്നത്, എന്താ നമ്മൾ ചെയ്യാൻ. ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് കുറച്ച് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ എടുത്ത് നോക്കിയിട്ട് റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു റിപ്ലൈ, ഞങ്ങൾ ആ കേക്ക് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് എന്തോ ഒരു റിപ്ലൈ മാത്രമാണ് അവർ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്ന വീഡിയോസ് ഒന്നും അവരുടെ അല്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ വേറെ കസ്റ്റമേഴ്സിൻ്റെയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ പോലും എനിക്കറിയില്ല അതിൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണെന്ന്. കാരണം അവർ വിളിച്ചാൽ കേക്ക് കൊടുന്നാൽ മതി എന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. കേക്കെല്ലാം കട്ട് ചെയ്ത് ഫംഗ്ഷനും കഴിഞ്ഞ് ലാസ്റ്റ് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ ഇതുപോലെ കാല് മാറുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെ നമുക്കൊരു അനുഭവമാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഹോം ബേക്കേഴ്സ് ആയാലും എന്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും എന്ത് ചെറിയ സ്മോൾ ബിസിനസ് ആണെങ്കിൽ പോലും നിങ്ങൾ പറ്റിക്കപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യുക. അങ്ങനെ ഫൈനലി കുറേ ടൈമിന് ശേഷം അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവർ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കസ്റ്റമേഴ്സും അറിയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓർഡർ തരുമ്പോൾ നിങ്ങളെ മാക്സിമം അടിപൊളിയാക്കി ഹാപ്പി ആക്കി എടുക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. അപ്പോൾ നമ്മളിടുന്ന ആ ഒരു എഫേർട്ടിന്, നിങ്ങൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായി തോന്നിയിരിക്കാനും നമ്മളിടുന്ന ആ ഒരു എഫേർട്ടിന് കുറച്ചെങ്കിലും വാല്യൂ തരാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ വീഡിയോയിൽ അറിയിക്കണേ.